Daily Business Conclave 2025. As you all know, this evening is a legacy of truth, trust and transformative established with a vision to inform, inspire and empower. Mangalam Daily has grown to become one of Kerala's most respected and widely read Malayalam newspapers. Rooted in journalistic integrity and social responsibility, Mangalam has over the decades played a pivotal role in shaping public opinion and bringing the voice of the people to the forefront from timely reporting to in-depth analysis. Mangalam ആരംഭിച്ചിട്ട് 56 വർഷവും മംഗളം ദിനപത്രം സ്ഥാപിച്ചിട്ട് 36 വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിലാണ് തൃശൂരിന്റെ സമഗ്ര വികസനം ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മംഗളം ഗ്രൂപ്പ് ഒരു ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്മളിൽ ഒരാളായി എപ്പോഴും എവിടെയും കാണുന്ന പ്രിയപ്പെട്ട ശ്രീധരപിള്ള സാർ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൃശൂരിന്റെ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന തൃശൂർ ബഹുമാനപ്പെട്ട MLA-യുടെ ഒക്കെ നേതൃത്വത്തിൽ അത് ഉണ്ടാകട്ടെ. അതിന് മംഗളം നടത്തുന്ന ഈ പ്രവർത്തനത്തെ സമസ്ത മേഖലകളിലും തൃശൂരിന്റെ ഒരു വലിയ പുനരാവിഷ്കാരത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് സഹായമാകുന്നു. ആ ഉദ്യമത്തിന് മുമ്പിൽ ഞാൻ എന്റെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവിധ പിന്തുണയും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോൺക്ലേവിന്റെ ഞാൻ ഇത് ഔപചാരികമായി തുടക്കം കുറിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മറ്റു കാര്യം പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തില് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പേരിൽ വല്ലതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക്. അല്ല, വല്ലതൊക്കെ കാര്യമുണ്ടാവും. ജീവിച്ചിരിക്കുന്ന കാലത്ത് വല്ലതൊക്കെ ചെയ്തോ അത് നമുക്ക് സന്തോഷം കിട്ടും. ഇവർക്കൊക്കെയുള്ള സന്തോഷം അവർ അധ്വാനിക്കുന്നതിന്റെയാണ്. ഇവിടെ ഇരിക്കുന്ന മംഗളത്തിന്റെ സാരഥികൾ ഇവിടെ ഈ 35 വർഷം കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഇതിനേക്കാളൊക്കെ സന്തോഷം ആ വർഷങ്ങൾ കടന്നു പോയപ്പോൾ കിട്ടിയ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞാനൊരു കൊച്ചു കാര്യം പറയട്ടെ അവസരം. അതായത് ഒരു അപ്പൻ മോനോട് പറഞ്ഞു, മോനെ നീ നല്ല ഭക്ഷണം കഴിക്കണം, 2 നിനക്ക് നല്ല കിടക്കയിലും ഉറങ്ങാൻ പറ്റണം, പിന്നെ നല്ലൊരു വീട്ടിൽ താമസിക്കണം. 3 കാര്യമാണല്ലോ: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അപ്പോ ഈ ചെക്കൻ ചോദിച്ചു, അപ്പ നമുക്ക് 3 സെന്റ് സ്ഥലത്തില് ഇതെന്തൊട്ടപ്പത് ചെയ്യാൻ പറ്റണേ? പറഞ്ഞു, മോനെ നല്ല ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിനക്ക് എപ്പോഴും നല്ല ഭക്ഷണം കിട്ടാന്നറിയോ? നല്ല വിശപ്പുള്ളപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് നല്ല ഭക്ഷണം. അതിനുവേണ്ടി നീ വേറെ ഹോട്ടലിലേക്ക് പോകണ്ട, നല്ല വിശപ്പുള്ളപ്പോൾ കഴിക്കുക, അതാണ് ഏറ്റവും നല്ല ഭക്ഷണം. ഇനി എന്താണ്? നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കം കിട്ടണം. കിടക്ക ഏതാണ് നല്ല ഉറക്കം കിട്ടാവുന്ന കിടക്ക? നല്ലോണം പണിയെടുക്കട രാവിലെ തൊട്ട്, എന്നിട്ട് വൈകിട്ടാവുമ്പോ പായയിൽ കിടന്നാലും തുണി വിരിച്ച് കിടന്നാലും മോനെ നല്ല ഉറക്കം കിട്ടും. അതാണ് ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്ന കിടക്ക. അപ്പൊ വീട് ഏതാ? നമ്മുടെ ഈ 3 സെന്റ് ഓലപ്പരയിലെ മോനെ, വീടെന്ന് പറയുന്നത് കൊട്ടാരല്ലടാ. വീടെന്ന് പറയുന്നത് നമ്മൾക്കുള്ളത് മറ്റുള്ളവരുടെ ഹൃദയമാണ്. അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റണം. ഇതാണ് ആ അർത്ഥം പറഞ്ഞത്. ഈ 3 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ എന്തിനാണ് വേറെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത്? ഇത് നേടിയെടുത്താൽ മതി. ഈ ഒരു മനോഹര നിമിഷത്തില് എന്നെ വിളിച്ചേല് നിങ്ങളോടൊക്കെ പറയാൻ, ഇത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് സന്തോഷം. ഈ ആദരിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളും അവർ ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ വ്യവസായ രംഗത്തും നടത്തുന്ന അനുകരണീയമായ നേട്ടങ്ങൾ തൃശൂരിന് മുതൽക്കൂട്ടാകട്ടെ. തൃശൂരിന് നഷ്ടപ്പെടുന്ന വ്യവസായങ്ങൾ തിരിച്ചുപിടിക്കാനും അതിനെ കാലാധിപത്യമായി നിലനിർത്തുന്നതിന് വേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും ലേണിംഗ് സിറ്റിയായ തൃശൂർ ജില്ലയെ, തൃശൂർ പട്ടണത്തെ
കൂടുതൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പ ഗ സ ധ നി പ മ പ ഗ മ രെ സ സ പ മ